ഷംനായെ IAS മലയാളം ഡയറക്ടറാണ്. കഴിഞ്ഞ 10 വർഷമായി UPSCയിൽ മലയാളം ഓപ്ഷണൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. പഠിച്ചതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്തത്. മലയാളം സാഹിത്യത്തിലാണ് ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്തത്. അതിന് MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡറുമാണ്. അതിനുശേഷം പിന്നെ കാലടി ശ്രീശങ്കരയിലായിരുന്നു MPhil PhD ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ചെയ്തത്. അവിടെ MPhilനും ഏറ്റവും ഉയർന്ന മാർക്കോട് കൂടിയിട്ടാണ് പാസ് ഔട്ടായത്. മലയാള ഭാഷയിലും സാഹിത്യത്തിലുമായിട്ട് നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മലയാളം അധ്യാപനത്തിനോടൊപ്പം തന്നെ മലയാള സാഹിത്യത്തിൽ എഴുത്തുകൂടി കയ്യിലുണ്ട്. ചെറുകഥയും നിരൂപണവും ഒക്കെ എഴുതുന്നതാണ് എൻ്റെ ഒരു ശീലം. അതിനോടൊപ്പം തന്നെ നിരവധി പബ്ലിക്കേഷൻ വർക്കുകളൊക്കെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. UPSC ഫീൽഡിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി UPSC ഫീൽഡിൽ മലയാളം ഓപ്ഷണൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി റാങ്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 2016 മുതൽ 23 വരെ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് മലയാളത്തിന് നമുക്ക് റിസൾട്ടുണ്ട്. 25ഓളം റിസൾട്ടുകൾ മലയാളത്തിന് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രമായി 5 റിസൾട്ടുകളാണ് മലയാളം ഓപ്ഷണലിന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളം ഓപ്ഷണലിന് വാങ്ങിയിട്ടുള്ളതും IAS മലയാളത്തിലെ വിദ്യാർത്ഥികളാണ്. മലയാളം എഴുത്തും വായനയും അറിയുന്ന ആർക്ക് വേണമെങ്കിലും മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കാം. അതിന് മലയാള സാഹിത്യത്തിലോ ഭാഷയിലോ മുൻപരിചയമോ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ UPSC സിലബസിൽ തന്നെ വളരെ ചെറുതും ലളിതവുമായിട്ടുള്ള ഒരു സിലബസാണ് മലയാളം ഓപ്ഷണലിൻ്റേത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. മലയാളം ഓപ്ഷണൽ പഠിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആർക്കും ആവശ്യമില്ല. മലയാളത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആർക്ക് വേണമെങ്കിലും മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയോ PGയോ ഏത് വിഷയത്തിൽ കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കാം. കഥകളും നോവലുകളും ചെറുകഥകളും എല്ലാം ചേർന്നുകൊണ്ട് വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു പഠനമാണ് മലയാളം ഓപ്ഷണലിൻ്റേത്. ഒട്ടും സ്ട്രെസ് ഇല്ലാതെ തന്നെ UPSCയിലെ ഓപ്ഷണൽ പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റ് ഓപ്ഷണലിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാളം ഓപ്ഷണലിലാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് UPSCയിൽ വരുന്നത്. ഓപ്ഷണലിൻ്റെ സിലബസിനകത്ത് തന്നെ ധാരാളം ആവർത്തനങ്ങളുണ്ട്. അത് കൂടാതെയാണ് നമുക്ക് എല്ലാ വർഷവും പകുതിയിലധികമായിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിരവധി എഴുതി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്കോർ മലയാളത്തിന് ലഭ്യമാകാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. എല്ലാവരും ചോദിക്കുന്ന പോലെ PSC പരീക്ഷയിലൊക്കെ കാണുന്നത് പോലെയുള്ള മലയാളത്തിൻ്റെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഗ്രാമറുകളൊന്നും തന്നെ UPSCയിൽ നമുക്ക് പഠിക്കാനായിട്ടില്ലതാനും. എല്ലാ ഓപ്ഷണലുകളിലും കാണുന്ന പോലെ തന്നെ മലയാളം ഓപ്ഷണലിനും 2 പേപ്പറുകളാണ് നമുക്കുള്ളത്. പേപ്പർ 1ൽ നമ്മൾ മുഖ്യമായും പഠിക്കുന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും ചെറുകഥകളുടെ തിയറിയും മലയാള നോവലിൻ്റെ തിയറിയും ആരംഭവും കുമാരനാശാൻ, വള്ളത്തോൾ, ചങ്ങമ്പുഴ ഇതുപോലെയുള്ള കവികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പേപ്പർ 1ൽ മുഖ്യമായും പഠിക്കുന്നത്. പേപ്പർ 2ൽ നമ്മൾ മുഖ്യമായും പഠിക്കുന്നത് ചെറുകഥകളും നോവലുകളും കവിതകളും ചേർന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ 2 പേപ്പറുകളാണ് മലയാളം ഓപ്ഷണലിനുള്ളത്. മാർക്ക് കിട്ടുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പേപ്പർ 1ന് തിയറി ആയതുകൊണ്ട് തന്നെ കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ്, മനസ്സിലാക്കി പഠിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള വഴി. കൃത്യമായും പേപ്പർ പഠിച്ചു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഒരു പേപ്പറാണ് പേപ്പർ 1ലുള്ളത്. പേപ്പർ 2 കുറേ കൂടി കഥകളും കവിതകളും ഒക്കെ ആസ്വദിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് പേപ്പർ 2ൻ്റെ പഠനം കുറേ കൂടി ലളിതമാണ്. അപ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന പേപ്പറുകൾ തന്നെയാണ് പേപ്പർ 1ഉം അതുപോലെ തന്നെ പേപ്പർ 2ഉം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഷാപരമായ സവിശേഷതകൾ, എഴുത്തച്ഛൻ്റെ പ്രത്യേകതകൾ, സാഹിത്യപരമായ സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ പേപ്പർ 1ൽ പഠിക്കുന്ന വിഷയങ്ങളാണ്. പേപ്പർ 2ലേക്ക് പോകുമ്പോൾ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എന്നുള്ള രീതിയിൽ ഭീഷ്മപർവത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പേപ്പർ 1ൽ തിയറിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പേപ്പർ 2ൽ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ്. IAS മലയാളത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് മലയാളം ഓപ്ഷണലിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. പേപ്പർ 1ൽ നമ്മൾ നോവലിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പേപ്പർ 2ൽ നമുക്ക് പഠിക്കാനുള്ള 3 നോവലുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ പേപ്പർ 1ഉം 2ഉം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പേപ്പർ 2ൽ കാവ്യഭാഗങ്ങളെല്ലാം തന്നെ വളരെ ഈണത്തിൽ ഓരോ കാവ്യഭാഗങ്ങളും ഓരോ ഈണത്തിൽ കുട്ടികളുടെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്.
പേപ്പർ 2-ലെ ഗദ്യഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 3ഓളം സിനിമകൾ തന്നെ മലയാളം പേപ്പർ 2-ൽ പഠിക്കാനായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്ററികളും സിനിമകളും ഒക്കെ കാണിച്ചുകൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ എഫക്റ്റ് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മലയാളത്തിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാറുള്ളത്. കാരണം പേപ്പർ 1-ൽ തിയറി ആയതുകൊണ്ടും അത് ആദ്യം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം, ഉദാഹരണത്തിന് നോവലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നോവലിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തന്നെ പേപ്പർ 2-ൽ നമുക്ക് 3 നോവലുകൾ പഠിക്കാനുണ്ട്. ആ 3 നോവലുകളാണ് തുടർന്നെടുക്കുന്നത്. അപ്പോൾ കുറേ കൂടി പഠിത്തം നമുക്ക് എളുപ്പമാകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പേപ്പർ 2-ൽ കാവ്യഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നും തന്നെ കാവ്യഭാഗങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഈ കവിതകൾ കയറുന്നതിനായി നല്ല ഈണത്തിലാണ് കവിതകളെല്ലാം തന്നെ പഠിക്കുന്നത്. പിന്നെ ഗദ്യഭാഗത്തിലാണെങ്കിൽ ഒരു 3ഓളം സിനിമകൾ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ചെമ്മീൻ പോലുള്ള നോവലുകൾ പഠിക്കാനുള്ളതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ ഡോക്യുമെൻ്ററികളും അതുപോലെ സിനിമകളും ഒക്കെ നിങ്ങളെ വിഷ്വൽ എഫക്റ്റിലൂടെ തന്നെ കാണിച്ചു തന്ന് കുറേ കൂടി പഠനം സുഗമമാക്കുകയാണ് IAS മലയാളത്തിൽ നടത്തുന്നത്. എന്തുകൊണ്ട് IAS മലയാളം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളിവിടെ മലയാളം ഓപ്ഷണലിന് പേപ്പർ 1-നും പേപ്പർ 2-നും 2 ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ റെഗുലർ കോഴ്സിൻ്റെ കൂടെ 12 യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ക്ലാസ് കേൾക്കാൻ മാത്രമല്ല, ക്ലാസ് നമുക്ക് എഴുതി പഠിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുക മാത്രമല്ല, നമുക്കത് എഴുതി ശീലിക്കുക കൂടി വേണം. അതിനു വേണ്ടിയിട്ടാണ് യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ യൂണിറ്റ് ടെസ്റ്റുകൾ വാല്യൂ ചെയ്യാനും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാനും ഒക്കെ ആയിട്ട് ഇവിടെ 2 മെൻറ്റേഴ്സും നിങ്ങൾക്ക് IAS മലയാളത്തിൽ ലഭ്യമാണ്. കൂടാതെ IAS മലയാളത്തിൽ വളരെ വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി സൗകര്യമുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ റെഫറൻസ് ബുക്കുകളും, നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ള എല്ലാ ബുക്കുകളും ലൈബ്രറിയിൽ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം തന്നെ സർവീസിൽ കയറിയിട്ടുള്ള മലയാളം ഓപ്ഷണൽ എടുത്ത് പഠിച്ച് സർവീസിൽ കയറി മാർക്ക് വാങ്ങിയിട്ടുള്ള IAS മലയാളത്തിലെ കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ഔട്ട് കോപ്പീസ് ലഭ്യമാണ്. എങ്ങനെയാണ് ഒരു ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതിനൊക്കെ മെൻറ്റേഴ്സും അതുപോലെ IAS മലയാളം ലൈബ്രറിയും ഒക്കെ കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. വർഷത്തിൽ നമ്മൾ 4 ബാച്ചുകളാണ് നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടും ആ ക്ലാസ്സുകൾ ഹൈബ്രിഡായിട്ട് തന്നെ ലഭ്യമാണ്.